രാജു, രാധ, ഗീത എന്നിവരുടെ ശമ്പളം 3:5:7 എന്ന അംശബന്ധത്തിലാണ്. ഗീതയ്ക്ക് രാജുവിനേക്കാൾ 868 രൂപ അധികം കിട്ടുന്നുണ്ടെങ്കിൽ രാധയുടെ ശമ്പളം എത്ര? ഇവിടെ മൂന്നാളുകൾ, രാജു, രാധ, ഗീത. ഇവരുടെ ശമ്പളം 3:5:7 എന്ന അംശബന്ധത്തിലാണ്. അപ്പോൾ രാജു, രാധ, ഗീത 3:5:7 ഈ അംശബന്ധത്തിലാണ് ഇവരുടെ ശമ്പളം. അങ്ങനെ ഈ 3:5:7 എന്ന അംശബന്ധത്തിലായതുകൊണ്ട് ഇവരുടെ ശമ്പളം നമുക്ക് 3x 5x 7x എന്ന് എടുക്കാം. അതായത് രാജുവിൻ്റെ ശമ്പളം 3x രൂപ, രാധയുടെ ശമ്പളം 5x രൂപ, ഗീതയുടെ ശമ്പളം 7x രൂപ. ഇനി ഗീതയ്ക്ക് രാജുവിനേക്കാൾ 868 രൂപ അധികം കിട്ടുന്നുണ്ട്. അപ്പോൾ ഗീതയ്ക്ക് ഇവിടെ രാജുവിൻ്റെ ശമ്പളം 3x എന്നും ഗീതയുടെ ശമ്പളം 7x എന്നുമാണ് വന്നിരിക്കുന്നത്. രാജുവിന് 3x ഗീതയ്ക്ക് 7x. അപ്പോൾ ഈ 3xനേക്കാൾ എത്ര കൂടുതലാണ് 7x എന്ന് നമ്മൾ കണ്ടുപിടിക്കണം. 3xനേക്കാൾ എത്ര കൂടുതലാണ് 7x എന്ന് കണ്ടുപിടിക്കാനായിട്ട് 7x നിന്ന് 3x കുറച്ചാൽ മതി. 7x നിന്ന് 3x കുറച്ച് കഴിഞ്ഞാൽ 4x. അപ്പോൾ ഗീതയ്ക്ക് 4x രൂപ അധികം കിട്ടും. ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് 868 രൂപയാണ് അധികം കിട്ടുന്നതെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ 4x 868 തുല്യമാണ്. 4x = 868 രൂപ. ഇതിൽ നിന്ന് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. 868നെ 4 കൊണ്ട് ഹരിക്കുക. ഹരിച്ചു കഴിയുമ്പോൾ 217 എന്ന് കിട്ടും. അപ്പോൾ എക്സിൻ്റെ വാല്യൂ 217 ആണ്. ഈ എക്സിൻ്റെ വാല്യൂ ഉപയോഗിച്ച് നമുക്ക് ഇവരെ ഓരോരുത്തരുടെയും ശമ്പളം കണ്ടുപിടിക്കാം. ഇതിനകത്ത് എക്സിന് പകരം 217 കൊടുത്താൽ മതി. നമുക്കിവിടെ രാധയുടെ ശമ്പളം മാത്രം കണ്ടുപിടിച്ചാൽ മതി. അതുകൊണ്ട് 5xൽ എക്സിന് പകരം 217 കൊടുക്കുക. അതായത് 5 × 217 വരും. ഗുണിച്ച് കഴിയുമ്പം 1085 എന്ന് കിട്ടും. അപ്പോൾ രാധയുടെ ശമ്പളം 1085 രൂപയാണ്. ശരി ഉത്തരം ഓപ്ഷൻ എ. എക്സിൻ്റെ വില വൈയുടെ വിലയേക്കാൾ 25% കൂടുതലാണ് എങ്കിൽ വൈയുടെ വില എക്സിൻ്റെ വിലയേക്കാൾ എത്ര ശതമാനം കുറവാണ്? അപ്പോൾ നമുക്കിതൊരു ഉദാഹരണം എടുത്ത് ചെയ്യാം. എക്സിൻ്റെ വില വൈയുടെ വിലയേക്കാൾ 25% കൂടുതലാണെന്ന് നൽകിയിട്ടുണ്ട്. ഇവിടെ എക്സ് ആണ് കൂടുതലുള്ളത്, വൈ കുറവാണ്. അതുകൊണ്ട് നമുക്ക് വൈയുടെ വാല്യൂ 100 എന്നെടുക്കാം. വൈയുടെ വാല്യൂ 100 എന്നെടുക്കുന്നു. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കും? എക്സ് എന്ന് പറയുന്നത് വൈയേക്കാൾ 25% കൂടുതലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് 100നേക്കാൾ 25% കൂടുതൽ. അപ്പോൾ 100നോട് കൂടി അതിൻ്റെ 25% കൂട്ടുക. 100ൻ്റെ 25% 25ആണ്. ഈ 25% കാണാനുള്ള സൗകര്യത്തിന് വേണ്ടിയാണ് വൈയുടെ വാല്യൂ 100 എന്നെടുത്തത്. അപ്പോൾ എക്സ് = 100 + 25 = 125 എന്ന് വരും. അപ്പോൾ ആദ്യ സെൻറ്റൻസിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളനുസരിച്ച് വൈ 100ഉം എക്സ് 125ഉം കിട്ടി. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? എങ്കിൽ വൈയുടെ വില എക്സിൻ്റെ വിലയേക്കാൾ എത്ര ശതമാനം കുറവാണ്? അപ്പോൾ എക്സിനേക്കാൾ എത്ര ശതമാനം കുറവാണ് വൈ എന്ന് കണ്ടുപിടിക്കണം. ഇവിടെ എക്സ് 125 കിട്ടി, വൈ 100ഉം കിട്ടി. നമുക്ക് എക്സിനേക്കാൾ എത്ര ശതമാനം കുറവാണ് വൈ എന്ന് കണ്ടുപിടിക്കണം. അതായത് 125നേക്കാൾ എത്ര ശതമാനം കുറവാണ് 100 എന്ന് കണ്ടുപിടിക്കണം. ഓർക്കുക, 125നേക്കാൾ 25 കുറവാണ് 100. 125നേക്കാൾ 25 കുറവ്. അപ്പോൾ എത്ര ശതമാനം കുറവ് എന്ന് കണ്ടുപിടിക്കാൻ ഈ 125ൻ്റെ എത്ര ശതമാനമാണ് 25 എന്ന് കണ്ടുപിടിച്ചാൽ മതി. അതിനായിട്ട് 125ൽ 25 × 100 കാണുക. ഇവിടെ 25 × 5 ആണ് 125. അതുകൊണ്ട് അംശവും ഛേദവും 25 ഉപയോഗിച്ച് നമുക്ക് ഹരിക്കാം. അപ്പോൾ ഇവിടെ 1ഉം ഇവിടെ 5ഉം വരും. 100നെ 5 കൊണ്ട് ഹരിച്ചാൽ 20. അപ്പോൾ 1 × 20 20. അപ്പോൾ 125ൻ്റെ 20% 25. അതായത് എക്സിനേക്കാൾ 20% കുറവാണ് വൈ. എക്സിനേക്കാൾ 20% കുറവാണ് വൈ. ശരി ഉത്തരം ഓപ്ഷൻ സി 20%. ഒരു സമാന്തര പ്രോഗ്രഷനിൽ 2ാം പദവും 7ാം പദവും 3/1 എന്ന അംശബന്ധത്തിലാണ്. 5ാം പദം 11 ആണെങ്കിൽ 15ാം പദം എത്ര? ഇവിടെ ഒരു സമാന്തര പ്രോഗ്രഷനിൽ 2ാം പദവും 7ാം പദവും 3/1 എന്ന അംശബന്ധത്തിലാണെന്ന് നൽകിയിരിക്കുന്നു. ഇവിടെ അംശബന്ധം ഒരു ഭിന്നസംഖ്യാ രൂപത്തിലാണ് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് അത് നമുക്ക് ഇങ്ങനെ എഴുതാം. 2ാം പദം A2 എന്നെടുക്കാം, 7ാം പദം A7. അപ്പോൾ A2/A7 എന്ന് നമുക്ക് അംശബന്ധം എഴുതാം ഭിന്നസംഖ്യാ രൂപത്തിൽ. = 3/1 എന്ന് വരും. ഇനി 5ാം പദം നൽകിയിട്ടുണ്ട് 11 നമുക്ക് 15ാം പദം കണ്ടുപിടിക്കണം. A15 കണ്ടുപിടിക്കണം. നോക്കുക, A2/A7 = 3/1 ആണെങ്കിൽ ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 3A2 =
1 × A7, അതായത് A7 തന്നെ. 3A2 = A7 എന്ന് വരും. ഇനി നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, AN = A1 + n-1 D ആണ് എന്നാം പദം കണ്ടുപിടിക്കാനുള്ള സൂത്രവാക്യം. അപ്പോൾ ഇത് ഉപയോഗിച്ച് നമുക്ക് A2 = A1 + എന്നിൻ്റെ സ്ഥാനത്ത് 2 കൊടുത്താൽ 2 - 1 1 എന്ന് വരും. 1D അല്ലെങ്കിൽ A1 + D. ആദ്യ പദത്തോട് ഒരു തവണ പൊതുവ്യത്യാസം കൂട്ടിയാൽ രണ്ടാം പദം കിട്ടും. അതുപോലെ A7 ഏഴാം പദം എന്ന് പറയുന്നത് A1 + എന്നിൻ്റെ സ്ഥാനത്ത് 7 കൊടുക്കുന്നു. 7 - 1 6D എന്നും വരും. അപ്പോൾ A2ൻ്റെ സ്ഥാനത്ത് A1 + Dയും A7ൻ്റെ സ്ഥാനത്ത് A1 + 6Dയും നമുക്കിവിടെ കൊടുക്കാം. അപ്പോൾ 3 × A1 + D = A1 + 6D എന്ന് വരും. 3 കൊണ്ട് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 3A1 + 3D = A1 + 6D എന്നാവും. ഈ A1നെ ഇടതുവശത്തേക്കും 3Dയെ വലതുവശത്തേക്കും കൊണ്ടുപോകുന്നു. അപ്പോൾ 3A1 - A1 = 6D - 3D എന്ന് വരും. കുറയ്ക്കുന്നു. 3A1ൽ നിന്ന് 1 A1 കുറച്ചാൽ 2A1. 2A1 = 3D എന്ന് കിട്ടും. അല്ലെങ്കിൽ A1 = 3/2D എന്നാവും. അപ്പോൾ ആദ്യ പദവും പൊതുവ്യത്യാസവും തമ്മിലുള്ളൊരു ബന്ധം നമുക്കിവിടെ കിട്ടി. ഇനി നമുക്ക് അഞ്ചാം പദം 11 നൽകിയിട്ടുണ്ട്. ഓർക്കുക, അഞ്ചാം പദത്തിനെ നമുക്ക് ഇതുപയോഗിച്ച് എങ്ങനെ എഴുതാം? A5 = A1 + 4D ആയിരിക്കും അഞ്ചാം പദം. അതല്ലെങ്കിൽ A1 + 4D = 11 തന്നു. ഇവിടെ A1ന് പകരം നമുക്ക് ഈ 3/2D കൊടുക്കാം. അപ്പോൾ 3/2D + 4D = 11 എന്ന് കിട്ടും. ഇത് സിംപ്ലിഫൈ ചെയ്ത് നമുക്ക് ഡിയുടെ വാല്യൂ കണ്ടുപിടിക്കാം. നോക്കുക, ഇവിടെ കോമൺ ഡിനോമിനേറ്റർ 2 ആക്കണം. അപ്പോൾ ഈ 2 കൊണ്ട് ഈ 4നെ ഗുണിക്കുക. അപ്പോൾ ഇത് 3/2D + 2 കൊണ്ട് ഈ 4നെ ഗുണിക്കുന്നു. അപ്പോൾ 8 എന്നാവും. 8D/2. അവർക്ക് 8/2 4 ആണ്. = 11 എന്നാവും. ഇപ്പോൾ ഡിനോമിനേറ്റർ സെയിം ആയി. ന്യൂമറേറ്റർ 3Dയും 8Dയും ആണ്. 3D + 8D എത്ര വരും? 11D. 11D/2 = 11 എന്ന് വരും. അപ്പോൾ D കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? 2 കൊണ്ട് ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഈ 11നെ ഡിനോമിനേറ്ററിലും കൊണ്ടുപോകുന്നു. D = 11 × 2. 2 ന്യൂമറേറ്റർ വന്നു. 11 ഡിനോമിനേറ്ററിൽ. 11 ക്യാൻസലായി. = 2 എന്ന് കിട്ടും. അപ്പോൾ പൊതുവ്യത്യാസം 2 എന്ന് കിട്ടി. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 15ാം പദമാണ്. 15ാം പദം കണ്ടുപിടിക്കാനായിട്ട് ഓർക്ക് അഞ്ചാം പദത്തിൻ്റെ കൂടെ ഒരു തവണ പൊതുവ്യത്യാസം കൂട്ടിയാൽ 6ാം പദം കിട്ടും. 2 തവണ പൊതുവ്യത്യാസം കൂട്ടിയാൽ 7ാം പദമായി. അങ്ങനെ 15ാം പദം കിട്ടണമെങ്കിൽ അഞ്ചാം പദത്തിൻ്റെ കൂടെ 10 തവണ പൊതുവ്യത്യാസം കൂട്ടണം. അതായത് A5 + 10D ആണ് 15ാം പദം. A5ൻ്റെ വാല്യൂ നമുക്കറിയാം 11. 11 + 10 ഗുണം ഡിയുടെ വാല്യൂ നമുക്ക് കിട്ടി 2. അതായത് 11 + 20 എന്ന് വരും. അല്ലെങ്കിൽ 31. അപ്പോൾ 15ാം പദം 31. ശരി ഉത്തരം ഓപ്ഷൻ ഡി. ഒരാൾ എയിൽ നിന്നും 3 കിലോമീറ്റർ കിഴക്കോട്ട് സഞ്ചരിച്ച് ബിയിലെത്തുന്നു. അവിടെ നിന്നും ഇടത്തോട്ട് തിരിഞ്ഞ് 3 ഇരട്ടി ദൂരം സഞ്ചരിച്ച് സിയിലെത്തുന്നു. വീണ്ടും ഇടത്തോട്ട് തിരിഞ്ഞ് എ മുതൽ ബി വരെയുള്ള ദൂരത്തിൻ്റെ 5 ഇരട്ടി ദൂരം സഞ്ചരിച്ച് ലക്ഷ്യസ്ഥാനമായ ഡിയിൽ എത്തുന്നു. തുടങ്ങിയ സ്ഥലത്തു നിന്നും ലക്ഷ്യസ്ഥാനത്തേക്കുള്ള ഏറ്റവും കുറഞ്ഞ ദൂരം എത്ര? അപ്പോൾ ഇത് ഡയറക്ഷൻസ് ഉൾപ്പെടുന്ന ഒരു പ്രോബ്ലമാണ്. നമുക്ക് ആദ്യം ഡയറക്ഷൻസ് ഒന്ന് സൈഡിൽ മാർക്ക് ചെയ്ത് വെക്കാം. നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ്. ഒരാൾ എയിൽ നിന്നും 3 കിലോമീറ്റർ കിഴക്കോട്ട് സഞ്ചരിക്കുന്നു. അപ്പോൾ നമുക്ക് ഈ തന്നിരിക്കുന്ന വിവരങ്ങൾ ഉപയോഗിച്ച് റഫായിട്ടൊരു ഫിഗർ വരയ്ക്കാം. ഇത് എ ആണെന്ന് കരുതുക. എയിൽ നിന്നും 3 കിലോമീറ്റർ കിഴക്കോട്ട്. അപ്പോൾ ഈ ദൂരം 3 കിലോമീറ്റർ കിഴക്കോട്ട്. അങ്ങനെ ബിയിലെത്തി. അവിടെ നിന്നും ഇടത്തോട്ട് തിരിഞ്ഞു. ഇപ്പോൾ കിഴക്കോട്ട് നോക്കി നിൽക്കുന്ന ആൾ ഇടത്തോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ വടക്കോട്ടാവും. അപ്പോൾ വടക്കോട്ടാണ് സഞ്ചരിക്കുന്നത്. 3 ഇരട്ടി ദൂരം സഞ്ചരിക്കുന്നു. ഇവിടെ 3 കിലോമീറ്റർ ആണ്. ഇതിൻ്റെ 3 ഇരട്ടി. 3 × 3 9 കിലോമീറ്റർ വരും. അപ്പോൾ ഇങ്ങോട്ട് വടക്കോട്ട് 9 കിലോമീറ്റർ സഞ്ചരിക്കും. അങ്ങനെ സിയിലെത്തും. ഇതാണ് സി. അവിടെ നിന്ന് ഇപ്പോൾ വടക്കോട്ടാണ് തിരിഞ്ഞിരിക്കുന്നത്. വീണ്ടും ഇടത്തോട്ട് തിരിഞ്ഞു. അപ്പോൾ വടക്കോട്ട് തിരിഞ്ഞിരിക്കുന്ന ആൾ ഇടത്തോട്ട് തിരിയുമ്പോൾ പടിഞ്ഞാറോട്ടാവും. പടിഞ്ഞാറോട്ട് സഞ്ചരിക്കുന്നു. അപ്പോൾ എത്ര ദൂരമാണ് സഞ്ചരിക്കുന്നതെന്ന് നോക്കുക. എ മുതൽ ബി വരെയുള്ള ദൂരത്തിൻ്റെ 5 ഇരട്ടി ദൂരം സഞ്ചരിക്കുന്നു. ഇവിടെ എ മുതൽ ബി വരെ 3 കിലോമീറ്റർ ആണ്. അതിൻ്റെ 5 ഇരട്ടി എന്ന് പറയുമ്പോൾ 5 × 3 15 കിലോമീറ്റർ വരും. അപ്പോൾ സിയിൽ നിന്നും ഇടത്തോട്ട് 15 കിലോമീറ്റർ സഞ്ചരിക്കും. അപ്പോൾ ഇത് 15 കിലോമീറ്റർ സഞ്ചരിക്കും.
അങ്ങനെ ലക്ഷ്യസ്ഥാനമായ ഡിയിലെത്തും. അങ്ങനെയെങ്കിൽ തുടങ്ങിയ സ്ഥലത്ത് നിന്നും ലക്ഷ്യസ്ഥാനത്തേക്കുള്ള ഏറ്റവും കുറഞ്ഞ ദൂരം എത്ര? തുടങ്ങിയത് എയിലാണ്, എ മുതൽ ഡി, ലക്ഷ്യസ്ഥാനം ഡി. അപ്പോൾ എയും ഡിയും തമ്മിലുള്ള ഏറ്റവും കുറഞ്ഞ ദൂരം, ഈ നേർരേഖാ ദൂരമാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഇതെങ്ങനെ കണ്ടുപിടിക്കുന്നു നോക്കാം. നോക്കുക, ഇവിടെ 3 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ നേരെ ഇവിടെ നിന്നൊരു പെർപെൻഡിക്കുലർ വരയ്ക്കുന്നു. അപ്പോൾ ഇതൊരു ചതുരമായി മാറി. ഈ ചതുരത്തിൻ്റെ ഈ വശം 9 ആണ്. അപ്പോൾ ഇവിടെയും 9 കിലോമീറ്റർ ആയിരിക്കും. ഇനി നോക്കുക, ഇത് 3 കിലോമീറ്റർ, അതുകൊണ്ട് ഈ ദൂരവും 3 കിലോമീറ്റർ വരും. ഇത് മൊത്തം സി മുതൽ ഡി വരെ 15 കിലോമീറ്റർ ആയിരുന്നു. അതിലെ 3 കിലോമീറ്റർ ഇവിടെ വന്നു. അപ്പോൾ ബാക്കി ഇത് എത്ര വരും? 15 നിന്ന് 3 കുറച്ചാൽ കിട്ടുന്ന 12 കിലോമീറ്ററാണ് ഈ ഡിസ്റ്റൻസ്. നോക്കുക, ഇതൊരു മട്ടത്രികോണമാണ് ഈ കാണുന്നത്. ഇതിനെ നമുക്ക് പി എന്ന് കൊടുത്താൽ എ പി ഡി ഒരു മട്ടത്രികോണമാണ്. മട്ടത്രികോണത്തിൻ്റെ 2 ലംബവശങ്ങൾ നമുക്കറിയാം. ഒരു വശത്തിൻ്റെ നീളം 12 കിലോമീറ്ററും ഒരു വശത്തിൻ്റെ നീളം 9 കിലോമീറ്ററും. ഈ മട്ടത്രികോണത്തിൻ്റെ കർണമാണ് ഈ എ ഡി നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ കർണം കണ്ടുപിടിക്കാൻ നമുക്ക് പൈതഗോറസ് തിയറം ഉപയോഗിക്കാം. അതായത് ലംബവശങ്ങളുടെ വർഗ്ഗങ്ങളുടെ തുകയായിരിക്കും കർണത്തിൻ്റെ വർഗ്ഗം. നമുക്ക് എ ഡി കണ്ടുപിടിക്കണം. അപ്പോൾ എ ഡി സ്ക്വയർ സമം ലംബവശങ്ങളുടെ വർഗ്ഗങ്ങളുടെ തുക, അതായത് 12 സ്ക്വയർ പ്ലസ് 9 സ്ക്വയർ എന്ന് വരും. 12ൻ്റെ സ്ക്വയർ 144 പ്ലസ് 9ൻ്റെ സ്ക്വയർ 81 കൂട്ടുമ്പോൾ 225 എന്ന് കിട്ടും. അപ്പോൾ എ ഡി സമം റൂട്ട് ഓഫ് 225 ആണ്. 225ൻ്റെ സ്ക്വയർ റൂട്ട് 15 വരും. അപ്പോൾ ഈ ഡിസ്റ്റൻസ് 15 കിലോമീറ്റർ ആണ്. ശരിയുത്തരം ഓപ്ഷൻ ഡി. ഒറ്റയാനെ കണ്ടെത്തുക. സമചതുരം, ചതുരസ്തംഭം അല്ലെങ്കിൽ ക്യൂബോയിഡ്, ത്രികോണം, ചതുരം. അപ്പോൾ ഈ കൂട്ടത്തിൽ വേറിട്ട് നിൽക്കുന്ന ഏതെന്ന് കണ്ടുപിടിക്കണം. ഇതെല്ലാം ജ്യാമിതീയ രൂപങ്ങളാണ്. ഇതിൽ സമചതുരം, ത്രികോണം, ചതുരം ഇത് മൂന്നും 2D ഫിഗേഴ്സാണ് അല്ലെങ്കിൽ ദ്വിമാന രൂപങ്ങളാണ്. അതേസമയം ചതുരസ്തംഭം അത് നീളവും വീതിയും ഉയരവുമുള്ള ഒരു ത്രിമാന രൂപമാണ്. അപ്പോൾ വേറിട്ട് നിൽക്കുന്നത് ഈ ചതുരസ്തംഭമാണ്. ശരിയുത്തരം ഓപ്ഷൻ ബി, ചതുരസ്തംഭം അല്ലെങ്കിൽ ക്യൂബോയിഡ്. ദീപക് രാജിനോട് പറഞ്ഞു, ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടി എൻ്റെ അച്ഛൻ്റെ ഭാര്യയുടെ മകളുടെ 2 സഹോദരന്മാരിൽ ഇളയ ആളാണ്. ഫുട്ബോൾ കളിക്കുന്ന കുട്ടിയും ദീപക്കുമായുള്ള ബന്ധം എന്ത്? ഇവിടെ ദീപക് രാജിനോട് പറയുന്നു, ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടി എൻ്റെ അച്ഛൻ്റെ ഭാര്യയുടെ മകളുടെ 2 സഹോദരന്മാരിൽ ഇളയ ആളാണ്. അങ്ങനെയെങ്കിൽ ഈ ഫുട്ബോൾ കളിക്കുന്ന കുട്ടിയും ദീപക്കുമായുള്ള ബന്ധം എന്തെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് ഈ തന്നിരിക്കുന്ന വിവരങ്ങൾ നോക്കാം. ഇപ്പോൾ ദീപക്കാണ് പറയുന്നത്. ദീപക് കുട്ടിയെപ്പറ്റി പറയുന്നത് കേൾക്കുക. എൻ്റെ അച്ഛൻ്റെ ഭാര്യയുടെ മകളുടെ എന്നാണ് പറയുന്നത്. അപ്പോൾ ദീപക് പറയുമ്പോൾ ദീപക്കിൻ്റെ അച്ഛൻ്റെ ഭാര്യ, ഈ അച്ഛൻ്റെ ഭാര്യ എന്ന് പറയുമ്പോൾ അതാരായിരിക്കും? ദീപക്കിൻ്റെ അമ്മയായിരിക്കും. അപ്പോൾ ദീപക്കിൻ്റെ അമ്മയാണത്. ഭാര്യയുടെ മകൾ എന്ന് പറയുമ്പോൾ ദീപക്കിൻ്റെ അച്ഛൻ്റെ അമ്മയുടെ മകൾ തന്നെ അതായത് ദീപക്കിൻ്റെ സിസ്റ്റർ ആയിരിക്കും. ദീപക്കിൻ്റെ സിസ്റ്ററാണ്. ഈ മകളുടെ 2 സഹോദരന്മാർ. അപ്പോൾ മകളുടെ ഒരു സഹോദരനായിരിക്കും ദീപക്. അപ്പോൾ മറ്റ് ഒരു സഹോദരൻ കൂടിയുണ്ട്, ഒരു ബ്രദർ. ആ 2 സഹോദരന്മാരിൽ ഇളയ ആളാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ദീപക്കാണ്. അപ്പോൾ മറ്റേ സഹോദരനാണ് കളിക്കുന്നത്. ദീപക്കിൻ്റെ സഹോദരൻ തന്നെയായിരിക്കും കളിക്കുന്നത്. അപ്പോൾ ദീപക്കും ആ ഫുട്ബോൾ കളിക്കുന്ന കുട്ടിയും തമ്മിലുള്ള ബന്ധം, ദീപക്കിൻ്റെ ബ്രദറാണ് കുട്ടി, അല്ലെ കുട്ടിയുടെ ബ്രദറാണ് ദീപക്. ശരിയുത്തരം ഓപ്ഷൻ ബി. റാണി മംഗലാപുരത്ത് നിന്ന് കോട്ടയത്തേക്ക് പോകുന്നു. മംഗലാപുരത്ത് നിന്ന് കണ്ണൂർ വരെയുള്ള 120 കിലോമീറ്റർ ദൂരം 7 മണിക്കൂർ കൊണ്ട് സഞ്ചരിച്ചു. കണ്ണൂർ നിന്നും കോഴിക്കോട് വരെ 80 കിലോമീറ്റർ ദൂരം ബസ്സിൽ 5 മണിക്കൂർ കൊണ്ടെത്തി. കോഴിക്കോട് നിന്നും കോട്ടയത്തേക്ക് ട്രെയിനിൽ 240 കിലോമീറ്റർ ദൂരം 10 മണിക്കൂർ കൊണ്ട് സഞ്ചരിച്ചു. റാണിയുടെ ശരാശരി വേഗത എത്ര? ഇവിടെ റാണിയുടെ ശരാശരി വേഗതയാണ് കാണുന്നത്. ശരാശരി വേഗത കാണണമെങ്കിൽ സഞ്ചരിച്ച ദൂരത്തിനെ സഞ്ചരിക്കാനെടുത്ത സമയം കൊണ്ട് ഹരിക്കണം. അതായത് വേഗത സമം ദൂരം ബൈ സമയമാണ്. അപ്പോൾ റാണി ആകെ സഞ്ചരിച്ച ദൂരം നമുക്ക് കണ്ടുപിടിക്കണം. നോക്കുക,
മംഗലാപുരത്ത് നിന്ന് കണ്ണൂർ വരെ 120 കിലോമീറ്റർ ദൂരമാണ് ഉള്ളത്. അപ്പോൾ 120 പ്ലസ് കണ്ണൂരിൽ നിന്നും കോഴിക്കോട് വരെ 80 കിലോമീറ്റർ, 80 പ്ലസ് കോഴിക്കോട് നിന്നും കോട്ടയത്തേക്ക് 240 കിലോമീറ്റർ, ഇത്രയും ദൂരമാണ് സഞ്ചരിച്ചത്. ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ 120 80 200 200 240 440 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചു. ഇത് സഞ്ചരിക്കാൻ എടുത്ത സമയം എത്രയാണ് നോക്കുക. മംഗലാപുരത്ത് നിന്ന് കണ്ണൂർ വരെയുള്ള 120 കിലോമീറ്റർ ദൂരം 7 മണിക്കൂർ കൊണ്ടാണ് സഞ്ചരിച്ചത്. അപ്പോൾ 120 കിലോമീറ്റർ സഞ്ചരിക്കാനായിട്ട് 7 മണിക്കൂർ എടുത്തു, പ്ലസ് കണ്ണൂരിൽ നിന്നും കോഴിക്കോട് വരെയുള്ള 80 കിലോമീറ്റർ ദൂരം ബസ്സിൽ 5 മണിക്കൂർ കൊണ്ടെത്തി. ഈ 80 കിലോമീറ്റർ സഞ്ചരിക്കാൻ 5 മണിക്കൂർ എടുത്തു, പ്ലസ് കോഴിക്കോട് നിന്നും കോട്ടയത്തേക്ക് 240 കിലോമീറ്റർ ദൂരം 10 മണിക്കൂർ കൊണ്ട് സഞ്ചരിച്ചു. അപ്പോൾ ഇവിടെ ഈ 240 കിലോമീറ്റർ സഞ്ചരിക്കാൻ 10 മണിക്കൂർ എടുത്തു. ഇതെല്ലാം കൂടെ കൂട്ടുക, 7 5 12 12 10 22. അപ്പോൾ 22 മണിക്കൂർ സമയം എടുത്തു. അപ്പോൾ നമുക്ക് വേഗത കാണാൻ ദൂരത്തിനെ സമയം കൊണ്ട് ഹരിക്കാം. അതായത് 440നെ 22 കൊണ്ട് ഹരിക്കാം. ഓർക്കുക 22ൻ്റെ ഇരട്ടിയാണ് 44. അപ്പോൾ 44നെ 22 കൊണ്ട് ഹരിച്ചാൽ 2 കിട്ടും. 440നെ 22 കൊണ്ട് ഹരിച്ചാലോ 20 വരും. 44നെ 22 കൊണ്ട് ഹരിച്ചാൽ 2, അപ്പോൾ 440നെ 22 കൊണ്ട് ഹരിച്ചാൽ 20. അപ്പോൾ 20 കിലോമീറ്റർ പെർ മണിക്കൂർ ആണ് റാണിയുടെ ശരാശരി വേഗത. ശരി ഉത്തരം ഓപ്ഷൻ എ. ജോണിന് ഒരു ജോലി പൂർത്തിയാക്കാൻ 8 മണിക്കൂറും സാറയ്ക്ക് അതേ ജോലി പൂർത്തിയാക്കാൻ 12 മണിക്കൂറും വേണം. രണ്ടുപേരും ഒരുമിച്ച് ജോലി ചെയ്താൽ എത്ര മണിക്കൂർ കൊണ്ട് ജോലി തീരും? ഇവിടെ ജോണിന് ഒരു ജോലി പൂർത്തിയാക്കാൻ 8 മണിക്കൂറും സാറയ്ക്ക് ഇതേ ജോലി പൂർത്തിയാക്കാൻ 12 മണിക്കൂറും വേണം. അങ്ങനെയെങ്കിൽ ഇവർ രണ്ടുപേരും ഒരുമിച്ച് ജോലി ചെയ്താൽ എത്ര മണിക്കൂർ കൊണ്ട് ജോലി തീരുമെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇത് കണ്ടുപിടിക്കാൻ നമുക്കൊരു ഷോർട്ട് കട്ട് ഉണ്ട്. അതായത് ഒരാൾക്ക് ഒരു ജോലി പൂർത്തിയാക്കാൻ എക്സ് മണിക്കൂറുകളും രണ്ടാമതൊരാൾക്ക് തനിയെ അതേ ജോലി പൂർത്തിയാക്കാൻ വൈ മണിക്കൂറുകളുമാണ് വേണ്ടതെങ്കിൽ ഇവർ രണ്ടുപേരും ഒരുമിച്ച് ജോലി ചെയ്താൽ ആ ജോലി പൂർത്തിയാക്കാൻ വേണ്ട സമയം എന്ന് പറയുന്നത് XY/X+Y മണിക്കൂറുകളായിരിക്കും. ഓർക്കുക, ഒരാൾക്ക് തനിയെ ഒരു ജോലി പൂർത്തിയാക്കാൻ എക്സ് മണിക്കൂറുകളും രണ്ടാമതൊരാൾക്ക് തനിയെ അതേ ജോലി പൂർത്തിയാക്കാൻ വൈ മണിക്കൂറുകളും വേണമെങ്കിൽ ഇവർ രണ്ടുപേരും ഒരുമിച്ച് ജോലി ചെയ്താൽ ആ ജോലി തീരാനായിട്ട് XY/X+Y മണിക്കൂറുകൾ മതിയാവും. ഇവിടെ ജോണിന് ജോലി പൂർത്തിയാക്കാൻ 8 മണിക്കൂർ വേണം. അപ്പോൾ എക്സിന് നമുക്ക് 8 എന്ന് കൊടുക്കാം. സാറയ്ക്ക് ജോലി പൂർത്തിയാക്കാൻ 12 മണിക്കൂർ വേണം. വൈയുടെ വാല്യൂ 12 എന്നും എടുക്കാം. അപ്പോൾ ഈ രണ്ട് വാല്യൂസ് ഇവിടെ കൊടുക്കുമ്പോൾ XY എന്നുള്ള എക്സ് ഗുണം വൈ ആണ്. അതായത് 8 ഗുണം 12 ബൈ 8 പ്ലസ് 12 എന്ന് വരും. 8 ഗുണം 12 96 ആണ്. 96 ബൈ 12 8 കൂടെ കൂട്ടിയ 20. 96 ബൈ 20 എന്ന് വരും. ഇത് നമുക്ക് ഹരിക്കാം. അതിനായിട്ട് 96നെ 20 കൊണ്ട് ഹരിച്ചാൽ 4 തവണ 4 20 80, കുറയ്ക്കുമ്പോൾ 16 വരും. ഡെസിമൽ പോയിൻ്റ് കൊടുക്കാം. 160. 160ൽ 8 തവണ 8 2 16. 8 ഗുണം 20 160 വരും. 0. അപ്പോൾ 4.8 എന്നാണ് നമുക്ക് കിട്ടുക. 4.8. അപ്പോൾ 4.8 മണിക്കൂറുകൾ കൊണ്ട് ഈ ജോലി ചെയ്ത് തരും. ഇവിടെ അങ്ങനെ ഒരു ഉത്തരം ഈ തന്നിരിക്കുന്ന ഓപ്ഷനിലില്ല. ഇനി ഏറ്റവും അടുത്ത് വരുന്ന ഓപ്ഷൻ ബി ആണ്, 5 മണിക്കൂർ. ഒരു പ്രത്യേക കോഡ് ഭാഷയിൽ GRABPONT എന്നത് NTIVVGLM എന്ന് എഴുതുന്നു. ഈ കോഡ് ഭാഷയിൽ TMVLRBDE എങ്ങനെ എഴുതാം? ഇവിടെ ഒരു കോഡ് ഭാഷയുടെ കാര്യമാണ് പറയുന്നത്. ഈ കോഡ് ഭാഷയിൽ GRABPONT ഇതിൻ്റെ കോഡ് നൽകിയിരിക്കുന്നത് NTIVVGLM ആണ്. ഇതേ കോഡ് ഭാഷ ഉപയോഗിച്ച് നമുക്ക് TMVLRBDE ഇതെങ്ങനെ എഴുതാം എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എങ്ങനെയാണ് ഈ ഗ്രാബ് എന്നുള്ള ഈ വാക്കിനെ ഈ രൂപത്തിലാക്കിയത് എന്ന് നമുക്ക് കണ്ടുപിടിക്കണം. അതിനായിട്ട് നമുക്ക് അക്ഷരങ്ങൾക്ക് വന്ന മാറ്റം ഒന്ന് അനലൈസ് ചെയ്യുന്നതിനായിട്ട് നമുക്ക് ആദ്യം അക്ഷരമാല എന്ന് എഴുതാം. ABCDEFGHI
ജെ കെ എൽ എം എൻ ഒ പി ക്യു ആർ എസ് ടി. ഇവിടെ ചെയ്തിരിക്കുന്നതാണ്, ആദ്യം ഈ തന്നിരിക്കുന്ന വാക്കിലെ അക്ഷരങ്ങളെ റിവേഴ്സ് ഓർഡറിൽ എഴുതി. അപ്പോൾ റിവേഴ്സ് ഓർഡറിൽ എഴുതുമ്പോൾ എന്ത് വരും? ഇത് TNOPBARG ഇങ്ങനെ വരും. ഇനിയാണ് അക്ഷരങ്ങൾ മാറ്റിയിരിക്കുന്നത്. ടിയുടെ സ്ഥാനത്ത് N വന്നു. നോക്കുക, ടിയുടെ സ്ഥാനത്ത് N. ടിയിൽ നിന്ന് എത്ര പുറകോട്ട് വന്നു നോക്കുക. 1 2 3 4 5 6 പുറകോട്ട് 6 അക്ഷരം പുറകോട്ട് വന്നു. അപ്പോൾ N കിട്ടി. അടുത്ത എന്നിൻ്റെ സ്ഥാനത്ത് എന്ത് വന്നു? ടി വന്നു. എന്നിൻ്റെ സ്ഥാനത്ത് ടി വരിക എന്ന് പറയുമ്പോൾ 6 അക്ഷരം മുന്നോട്ട് വന്നു. അപ്പോൾ ആദ്യത്തെ അക്ഷരത്തിൽ 6 അക്ഷരം പുറകോട്ട് വന്നു, രണ്ടാമത്തെ അക്ഷരത്തിന് 6 അക്ഷരം മുന്നോട്ട് പോയി. ഇനി മൂന്നാമത്തെ ഒയുടെ സ്ഥാനത്ത് ഐ വന്നു. നോക്കുക, ഒയിൽ നിന്ന് ഐയിലേക്കുള്ള എങ്ങനെയാണെന്ന് നോക്കുക. 1 2 3 4 5 6 6 അക്ഷരം പുറകോട്ട് വന്നു. അപ്പോൾ നാലാമത്തത് മിക്കവാറും 6 അക്ഷരം മുന്നോട്ടായിരിക്കും. പിയുടെ സ്ഥാനത്ത് വി. നോക്കുക, പിയിൽ നിന്ന് വിയിലോട്ട് പോകണമെങ്കിൽ 1 2 3 4 5 6 6 അക്ഷരം മുന്നോട്ട് പോയി. അപ്പോൾ ബിയുടെ സ്ഥാനത്ത് വി വന്നാൽ എങ്ങനെ ആയിരിക്കും? 6 അക്ഷരം പുറകോട്ട് പോകണം. ബിയിൽ നിന്ന് 6 അക്ഷരം പുറകോട്ട്. അപ്പോൾ ഇതൊന്ന് വീണ്ടും ഇവിടെ തുടങ്ങുന്നു. 2 3 4 5 6 ആറാമത്തെ അക്ഷരമാണ് വി. 6 അക്ഷരം പുറകോട്ട് പോയി. ഇനി എയുടെ സ്ഥാനത്ത് ജി വന്നിരിക്കുന്നു. അപ്പോൾ എയിൽ നിന്ന് 6 അക്ഷരം മുന്നോട്ടായിരിക്കും. നോക്കുക, 1 2 3 4 5 6 6 അക്ഷരം മുന്നോട്ട് പോയി. ഇനി 6ൻ്റെ സ്ഥാനത്ത് എല്ല് വന്നു. 6ൽ നിന്ന് 6 അക്ഷരം പുറകോട്ടായിരിക്കും പോയിരിക്കുന്നത്. നോക്കുക, 6 അക്ഷരം പുറകോട്ട് വന്നു കഴിഞ്ഞാൽ എല്ലിലാണോ എത്തുക എന്ന് നോക്കാം. 1 2 3 4 5 6 6 അക്ഷരം പുറകോട്ട് വന്നു. ജിയിൽ നിന്ന് എമ്മിലെത്തി. അപ്പോൾ ജിയിൽ നിന്ന് മിക്കവാറും 6 അക്ഷരം മുന്നോട്ട് പോയി കാണും. ജിയിൽ നിന്ന് 6 അക്ഷരം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ 1 2 3 4 5 6 ആറാമത്തെ അക്ഷരമാണ് എം. അപ്പോൾ തുടങ്ങുന്നത് 6 അക്ഷരം പുറകോട്ട് വന്നു, അടുത്തത് 6 അക്ഷരം മുന്നോട്ട് പോയി, വീണ്ടും 6 അക്ഷരം പുറകോട്ട്, അടുത്തതിന് 6 അക്ഷരം മുന്നോട്ട്, അങ്ങനെ പോകുന്നു. അപ്പോൾ ഒന്നാമത്തെ അക്ഷരത്തിന് വന്ന മാറ്റം 6 അക്ഷരം പുറകോട്ട് മാറി എന്നുള്ളതാണ്. രണ്ടാമത്തെ അക്ഷരം 6 അക്ഷരം മുന്നോട്ട് പോന്നു. മൂന്നാമത്തെ അക്ഷരത്തിൽ നിന്ന് 6 അക്ഷരം പുറകോട്ട് മാറി. നാലാമത്തെ അക്ഷരത്തിൻ്റെ കോഡ് എടുക്കാനായിട്ട് 6 അക്ഷരം മുന്നോട്ട് പോകുന്നു. അപ്പോൾ ഈ രീതിയിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കോഡ് കിട്ടണമെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇതിനെ റിവേഴ്സ് ഓർഡറിൽ എഴുതണം. അപ്പോൾ EDBRLVMT റിവേഴ്സ് ഓർഡറിൽ എഴുതി. ഇനി വേണം തുടങ്ങാൻ. ആദ്യത്തെ ഇയിൽ നിന്ന് 6 അക്ഷരം പുറകോട്ട് പോകണം. അപ്പോൾ ഇയിൽ നിന്ന് 6 അക്ഷരം പുറകോട്ട് പോകുമ്പോൾ 1 2 3 4 5 6 വൈ എഴുതണം. ഇനി രണ്ടാമത്തെ അക്ഷരത്തിന് 6 അക്ഷരം മുന്നോട്ട് പോകണം. അപ്പോൾ ഡിയിൽ നിന്ന് 6 അക്ഷരം മുന്നോട്ട് 1 2 3 4 5 6 ജെയിലെത്തും. വൈ ജെ ഐ. അപ്പോൾ വൈ ജെയിൽ തുടങ്ങുന്നതുകൊണ്ട് നമുക്ക് ഈ ഓപ്ഷൻ എയും ഓപ്ഷൻ ഡിയും നമുക്ക് ഒഴിവാക്കാം. ഇനി ബി സി ഈ രണ്ടെണ്ണം ചെക്ക് ചെയ്താൽ മതിയാവും. ഇനി ബി മൂന്നാമത്തെ അക്ഷരത്തിന് 6 അക്ഷരം പുറകോട്ട് പോകണം. അപ്പോൾ ബിയിൽ നിന്ന് 6 അക്ഷരം പുറകോട്ട് പോകുമ്പോൾ 1 2 3 4 5 6 വി വരണം. വൈ ജെ വി. വൈ ജെ വിയിൽ തുടങ്ങുന്ന ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. ഇവിടെ വൈ ജെ യു ആണ്, ഇവിടെ വൈ ജെ വി. അപ്പോൾ ശരിയുത്തരം ഇപ്പം തന്നെ നമുക്ക് എഴുതാം. ഓപ്ഷൻ സി ആയിരിക്കും കറക്റ്റ്. ഇനി ബാക്കിയും കൂടെ നമുക്ക് നോക്കിയേക്കാം. നാലാമത്തെ അക്ഷരം 6 അക്ഷരം മുന്നോട്ട് പോകണം. 6ൽ നിന്ന് 6 അക്ഷരം മുന്നോട്ട് പോകുമ്പോൾ 1 2 3 4 5 6 എക്സ്. എല്ലിൽ നിന്ന് 6 അക്ഷരം പുറകോട്ട് 1 2 3 4 5 6 എഫ് വരണം. വിയിൽ നിന്ന് 6 അക്ഷരം മുന്നോട്ട് പോകണം. 1 2 3 4 5 6 ബി വരണം. ദെൻ എമ്മിൻ്റെ 6 അക്ഷരം പുറകോട്ട് 6 അക്ഷരം പുറകോട്ട് വരുമ്പോൾ 1 2 3 4 5 6 ജി. ടിക്ക് 6 അക്ഷരം മുന്നോട്ട്
1 2 3 4 5 6 Z. അപ്പോൾ YJVXFBGZ ഇതാണ് കോഡ്. ശരി ഉത്തരം ഓപ്ഷൻ സി തന്നെയാണ്. ഒരു പാത്രത്തിൽ എ ബി എന്നീ രണ്ട് ദ്രാവകങ്ങൾ 3:4 എന്ന അംശബന്ധത്തിൽ എടുത്തിരിക്കുന്നു. ദ്രാവകം എ 7 ലിറ്റർ കൂടി പാത്രത്തിലേക്ക് ഒഴിച്ചാൽ എ ബി ഇവ തമ്മിലുള്ള അംശബന്ധം 4:3 ആകും. എങ്കിൽ ആദ്യമുണ്ടായിരുന്ന ദ്രാവകം എയുടെ അളവെത്ര? ഇവിടെ എ ബി എന്നീ രണ്ട് ദ്രാവകങ്ങളുടെ ഒരു മിശ്രിതം ഒരു പാത്രത്തിൽ എടുത്തിരിക്കുന്നു. ആ മിശ്രിതത്തിൽ ദ്രാവകം എയും ദ്രാവകം ബിയും തമ്മിലുള്ള അംശബന്ധം 3:4 ആണ്. അതിലേക്ക് 7 ലിറ്റർ കൂടി ദ്രാവകം എ ഒഴിച്ചു കഴിഞ്ഞാൽ എയും ബിയും തമ്മിലുള്ള അംശബന്ധം 4:3 ആവും. അങ്ങനെയെങ്കിൽ പാത്രത്തിൽ ആദ്യമുണ്ടായിരുന്ന ദ്രാവകം എയുടെ അളവ് എത്ര ലിറ്റർ ആണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. എ ബി എന്നിങ്ങനെ രണ്ട് ദ്രാവകങ്ങൾ, ഇവ തമ്മിൽ ആദ്യമുണ്ടായിരുന്ന അംശബന്ധം 3:4 ആണെന്ന് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ദ്രാവകം എയുടെ ആദ്യത്തെ അളവ് 3x ലിറ്ററിനും ദ്രാവകം ബിയുടെ ആദ്യത്തെ അളവ് 4x ലിറ്ററിനും നമുക്കെടുക്കാം. എ ആദ്യമുണ്ടായിരുന്ന അളവ് 3x ലിറ്ററും ദ്രാവകം ബി ആദ്യമുണ്ടായിരുന്ന അളവ് 4x ലിറ്ററുമാണ്. ഇനി ഇതിലേക്ക് 7 ലിറ്റർ കൂടി ദ്രാവകം എ ഒഴിക്കുന്നു. ഇപ്പോൾ 3x ലിറ്റർ ആണുള്ളത്. അതിനകത്തോട്ട് 7 ലിറ്ററും കൂടെ ഒഴിച്ചാൽ 3x + 7 അത്രയും ലിറ്റർ ദ്രാവകം എ ഉണ്ടാവും. ദ്രാവകം ബിയുടെ അളവ് അപ്പോൾ 4x തന്നെ നിലനിൽക്കുകയും ചെയ്യും. ഇതാണ് പുതിയ അളവ്. ഈ അളവുകൾ തമ്മിലുള്ള അംശബന്ധമാണ് നമുക്ക് നൽകിയിരിക്കുന്നത് 4:3 ആകുമെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 3x + 7 4x = 4:3 എന്ന് വരും. അപ്പോൾ രണ്ട് അംശബന്ധങ്ങൾ തുല്യമാണെന്ന് ഇവിടെ നൽകിയിരിക്കുന്നു. രണ്ട് അംശബന്ധങ്ങൾ തുല്യമാണെങ്കിൽ അതിലെ ആദ്യ സംഖ്യയുടെ അവസാന സംഖ്യയുടെയും ഗുണനഫലവും നടുക്കുള്ള രണ്ട് സംഖ്യകളുടെ ഗുണനഫലവും തുല്യമായിരിക്കും. അപ്പോൾ നടുക്കുള്ള സംഖ്യകൾ എന്ന് പറഞ്ഞാൽ 4x ഉം 4ഉം ഇവ തമ്മിൽ ഗുണിക്കാം. 4x × 4 4x × 4 = ആദ്യ സംഖ്യ 3x + 7 ആണ്. 3x + 7 × 3 ഇങ്ങനെ കിട്ടും. 4x × 4 4 കൊണ്ട് 4നെ ഗുണിക്കുക 16. അപ്പോൾ 16x എന്ന് വരും. ഇത് 16x = 3 കൊണ്ട് ഇതിനകത്തുള്ള ബ്രാക്കറ്റിലുള്ള ഓരോ ടേമിനെയും ഗുണിക്കണം. 3 കൊണ്ട് 3xനെ ഗുണിച്ചാൽ 9x + 3 7 21. നമുക്ക് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. അതുകൊണ്ട് ഈ 9xനെ ഇടതുവശത്തേക്ക് കൊണ്ടുപോകാം. അപ്പോൾ 16x - 9x = 21 എന്ന് കിട്ടും. 16ൽ നിന്ന് 9 കുറച്ചാൽ 7 7x = 21. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എത്ര വരും? 21/7 അല്ലെങ്കിൽ 3 എന്ന് കിട്ടും. എക്സിൻ്റെ വാല്യൂ 3 ആണ്. പാത്രത്തിൽ ആദ്യം ഉണ്ടായിരുന്ന ദ്രാവകം എയുടെ അളവാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അത് നമ്മൾ 3x ലിറ്റർ എന്നാണ് എടുത്തത്. അപ്പോൾ എക്സിന് 3 എന്ന് ഇവിടെ കൊടുക്കുക. അപ്പോൾ 3 × 3 9 ലിറ്റർ എന്ന് കിട്ടും. അപ്പോൾ പാത്രത്തിൽ ആദ്യം ഉണ്ടായിരുന്ന ദ്രാവകം എയുടെ അളവ് 9 ലിറ്ററാണ്. പക്ഷേ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ അതില്ല. ശരി ഉത്തരം 9 ലിറ്റർ.